തുടക്കക്കാർക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും മികച്ച ക്യാമറകൾ ഏതൊക്കെയാണ്? പലതരം പർപ്പസുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമറകളുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു ക്യാമറ വാങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. മിറർലെസ് ക്യാമറകളാണ് നമ്മൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ DSLR ക്യാമറകൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇപ്പം മാർക്കറ്റിൽ നിന്ന് ഔട്ടായി. എല്ലാ കമ്പനികളും അവരെ റിസർച്ചുകളും പുതിയ ഇന്നോവേഷൻസും ഒക്കെ കൊണ്ടുവരുന്നത് മിറർലെസ് ക്യാമറയിലാണ്. പിന്നെ ഈ മിറർലെസ് ക്യാമറകൾ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് തന്നെ അറൗണ്ട് ഒരു 50,000 മുകളിലാണ്. ഇനി നിങ്ങൾക്ക് ബഡ്ജറ്റ് അത്രയും ഇല്ല, പഴയ DSLR ടെക്നോളജി തന്നെ മതിയെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഈ വീഡിയോയുടെ എൻഡിൽ നമ്മൾ പറയുന്നതായിരിക്കും. നിക്കോൺ Z30. നിക്കോൺ ക്യാമറകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇതിലെ ഏറ്റവും മികച്ചൊരു ബിഗിനർ ക്യാമറയാണ് നിക്കോൺ Z30. നിക്കോൺ Z30 നല്ലൊരു ഹൈബ്രിഡ് ക്യാമറയാണ്. ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും നിങ്ങൾക്ക് ഒരുപോലെ യൂസ് ചെയ്യാം. കൂടാതെ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടുള്ള നല്ല കുറേ ഫീച്ചേഴ്സ് കൂടെ ഈ ക്യാമറയിലുണ്ട്. ഈ ക്യാമറയുടെ ഒരു ഹൈലൈറ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് 4K വീഡിയോ നിങ്ങൾക്ക് ക്രോപ്പ് ഇല്ലാതെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ക്യാമറ നിങ്ങൾക്ക് ലൈവ് സ്ട്രീമിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. ഫുൾ HD-ൽ 60 FPS-ലും 4K-ൽ 30 FPS-ലും ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. വെബ് കോൺഫറൻസിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ഇത് കോമ്പാക്റ്റബിളുമാണ്. ഇനി നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 2 മണിക്കൂറോളം കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ക്യാമറ പ്രൊവൈഡ് ചെയ്യും. കൂടാതെ ഇതിൽ നല്ല കുറേ പ്രീസെറ്റുകളും ഫിൽറ്റേഴ്സുകളും ഉണ്ട്. അതിട്ടിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റും. ഈ ക്യാമറയുടെ നെഗറ്റീവ്സ് എന്ന് പറയുന്നത് ഇതിന് ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ ഇല്ല, LCD സ്ക്രീൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് വളരെ കുറവാണ്. കൂടാതെ ഇതിൻ്റെ ഇൻ ബോഡി സ്റ്റെബിലൈസേഷനും ഇല്ല. Canon M50 Mark II വ്ളോഗേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ക്യാമറയാണിത്. നിങ്ങൾക്ക് വെർട്ടിക്കലി 4K വീഡിയോ വളരെ എളുപ്പത്തിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയ പാകത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ ഉള്ളത്. 24 മെഗാ പിക്സലാണ് ഇതിൻ്റെ സെൻസർ. പിന്നെ നിങ്ങൾക്ക് സ്ലോ മോഷൻ വീഡിയോ 60 FPS-ൽ ഫുൾ HD-ൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു യൂട്യൂബർ ഒക്കെ ആണെങ്കിൽ യൂട്യൂബ് ലൈവ് സ്ട്രീമിങ് നിങ്ങൾക്ക് ഈ ക്യാമറയിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു വെബ് ക്യാം ആയിട്ടും ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. കാനോണിൻ്റെ ഒരു ട്രൈപോഡ് ഗ്രിപ്പും കൂടി വാങ്ങിയാൽ വ്ളോഗിങ് വളരെ ഈസി ആയിരിക്കും. ഈ ക്യാമറയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ 4K-ൽ ഷൂട്ട് ചെയ്യുമ്പോൾ 1.6 ക്രോപ്പ് ഫാക്ടർ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് ഇൻ ബോഡി സ്റ്റെബിലൈസേഷൻ ഇല്ല, ഡിജിറ്റൽ സ്റ്റെബിലൈസേഷൻ മാത്രമേ ഉള്ളൂ. സോണി ആൽഫ 6100, 6300, 6400, 6600 ഒക്കെ സോണിയുടെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഒരു സീരീസാണ്. ഇതിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ആൽഫ 6100. ഇത് നിങ്ങൾ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നല്ലൊരു ഹൈബ്രിഡ് ക്യാമറയാണ്. 24 മെഗാ പിക്സൽ സെൻസറാണ് ഇതിനുള്ളത്. വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ 4K 30 FPS-ലും ഇനി സ്ലോ മോഷൻ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ 120 FPS-ൽ ഫുൾ HD വീഡിയോ സ്മൂത്ത് സ്ലോ മോഷൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോണിയുടെ ഏറ്റവും മികച്ച ഓട്ടോ ഫോക്കസിങ് സിസ്റ്റമാണ് ഈ ക്യാമറയിലുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ടച്ച് ചെയ്ത് ട്രാക്ക് ചെയ്ത് ഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. ഫോട്ടോ എടുക്കുകയാണെങ്കിൽ 11 FPS-ൽ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. കൂടാതെ 180 ഡിഗ്രിയിൽ അപ്വേർഡ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ക്രീൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് വ്ളോഗേഴ്സിനും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ക്യാമറയുടെ നെഗറ്റീവായിട്ട് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ലൈഫ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ബാറ്ററീസ് വാങ്ങി വെക്കേണ്ടി വരും. കൂടാതെ ഇതിന് ഇൻ ബോഡി സ്റ്റെബിലൈസേഷനും ഇല്ല. സോണി ZV-E10 വ്ളോഗേഴ്സിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ഫീച്ചേഴ്സ് മുഴുവനായിട്ടും ഒരു ക്യാമറയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ഇത്. ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കിയിട്ട് വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പറ്റും. ഒരു പ്രൊഡക്റ്റ് വീഡിയോ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഒക്കെ ഫ്രണ്ടിലേക്ക് കാണിച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ അതിലോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഫോക്കസ് പോകുന്ന രീതിയിലുള്ള സെറ്റിങ്സുകൾ നമുക്ക് ഓൺ ആക്കി വെക്കാൻ പറ്റും. കൂടാതെ സ്ലോ മോഷൻ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഡെഡിക്കേറ്റഡ് ബട്ടൺ തന്നെ ഈ ക്യാമറയിലുണ്ട്. ഈ ക്യാമറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മൈക്ക് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി മൈക്കാണ്. നിങ്ങൾക്ക് വ്ളോഗിങ്ങിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മൈക്കാണ് ഇതിന് ഇൻബിൽറ്റ് ആയിട്ട് ഉള്ളത്. വ്ളോഗേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ സോഫ്റ്റ് സ്കിൻ എഫക്റ്റ് ഈ ക്യാമറയിലുണ്ട്. അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ട് ഏറ്റവും എളുപ്പത്തിൽ വീഡിയോ എടുക്കാനും ലൈവ് സ്ട്രീമിങ്ങിനും ഒക്കെ ഉള്ള ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ്സ് ആയിട്ട് പറയുന്നത് ഇതിന് ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ ഇല്ല, LCD സ്ക്രീന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് കുറവാണ്. കൂടാതെ ഇതിന് ഇൻ ബോഡി സ്റ്റെബിലൈസേഷനും ഇല്ല. പാനാസോണിക് Lumix DC-G100 20 മെഗാ പിക്സൽ മൈക്രോ ഫോർ തേർഡ് ക്യാമറയാണ്. ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 4K 30 FPS-ലും ഫുൾ HD 60 FPS-ൽ സ്ലോ മോഷൻ വീഡിയോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ ക്യാമറയെ വ്യത്യസ്തമാക്കുന്ന 2 ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് 5 ആക്സിസ് ഹൈബ്രിഡ് സ്റ്റെബിലൈസേഷൻ ആണ്. ഇത് നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും.
രണ്ടാമതായിട്ട് ഈ ക്യാമറയിൽ നോക്കിയയുടെ ഓസോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഡിയോ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ, ബാക്കിൽ, സറൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പല രീതിയിൽ ഇതിൻ്റെ ഓഡിയോസ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതൊരു മൈക്രോ ഫോർ തേർഡ് ക്യാമറയാണ്. അതിപ്പോൾ എല്ലാവരെയും ഒരു ചോയ്സ് ആവണം എന്നില്ല. രണ്ടാമത്തത്, ഇതിന് മറ്റ് ക്യാമറകൾ നമ്മളിപ്പം പറഞ്ഞത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാറ്ററി ലൈഫ് കുറച്ചുകൂടെ കുറവാണ്. Fujifilm XT30ii. ഫോട്ടോഗ്രാഫി എന്നുള്ളൊരു ആർട്ടിനെ വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണിത്. മുന്നേ പറഞ്ഞ ക്യാമറകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലാണെങ്കിലും ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നല്ല കിടിലൻ സാധനങ്ങളാണ്. ഫിജിയുടെ റെട്രോ ലുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയൽ സെറ്റിംഗ്സും ഇതിനെ മറ്റ് ക്യാമറകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമാണ്. 26.1 മെഗാ പിക്സൽ സെൻസറാണ് ഈ ക്യാമറയ്ക്ക് ഉള്ളത്. കൂടാതെ 8 FPS കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യാനും പറ്റും. ഇനി വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ 4K 30 FPSലും ഫുൾ HD 240 FPSലും നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്ലോ മോഷൻ വീഡിയോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫിജിയുടെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിലെ ഫിലിം സിമുലേഷൻസ് ആണ്. 18ഓളം രസകരമായിട്ടുള്ള ഫിലിം ലുക്കുകൾ ഈ ക്യാമറയിലുണ്ട്. നമ്മൾ ഫിലിം ക്യാമറയിൽ എടുക്കുന്ന അതേ ലുക്ക് നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫിജി ഫിലിമിൻ്റെ കളർ സയൻസും അതുപോലെ തന്നെ പിക്ചർ ക്വാളിറ്റിയും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഓപ്ഷൻ DSLR ആണ്. DSLRൽ ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള നല്ല ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിക്കോണിൻ്റെ D3500യും കാനോണിൻ്റെ EOS 1500D ആണ്. ഈ ലിസ്റ്റിലുള്ള ക്യാമറകളുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ക്യാമറ ഏതാണെന്ന് അറിയാൻ ഞങ്ങൾക്കും കൗതുകമുണ്ട്. കമൻറ്റ് ചെയ്യാം.